ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് ഒന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളിത് എയർപോർട്ടിലാണ്. ആദ്യക്കൂട്ടിനും അമ്മയും കൂടെ ഇരിക്കാൻ പോകട്ടെ. ഞങ്ങൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ആദ്യക്കൂട്ടൻ ഇങ്ങനെ ആദ്യമായിട്ട് പ്ലെയിന് തൊട്ടടുത്ത് കാണും കേട്ടോ. ഫസ്റ്റ് ഫ്ലൈറ്റ് ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും കാറിന് പോകണില്ല എന്ന് വിചാരിച്ചു. കാരണം അത് കുട്ടന് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ പോവുകയാണ് ഓൺ ദ വേ. പ്രതീക്ഷിക്കാതെ നേരത്തൊക്കെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇതൊക്കെ ഞങ്ങൾ പിടിക്കുന്നുണ്ട്. എനിക്കിന്ന് രാവിലെ വർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഓരോരോ സംഭവങ്ങളൊക്കെ. അത് കുട്ടോയി അതുകൊണ്ട് ആദ്യത്തെ പ്ലെയിൻ യാത്രയാണ്. ഒരു വയസ്സിൽ അവൻ പ്ലെയിൻ യാത്ര, 2 വയസ്സാകാൻ പോണ്. എന്നാലും എത്ര ദിവസം ഉണ്ടാവുമെന്നൊരു പിടിയില്ല കേട്ടോ. എത്ര ഒരു 2 ദിവസം കൊണ്ട് തീർക്കണം എന്ന പരിപാടിയൊക്കെ വിചാരിച്ചിരിക്കണേ, കണ്ടറിയാം. അതൊക്കെ അമ്മയും കൂടെ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോയേക്കാണ്. ബുക്കൊക്കെ വായിച്ച് ഇനി 1 മണിക്കൂറും കൂടെ ഉണ്ടെന്നേ എടുക്കാനായിട്ട്. ഡിപ്പാർച്ചർ ടൈം ഉണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും കുറച്ച് നേരത്തെ എത്തി. ഭയങ്കര ബുക്ക് റീഡിങ്. ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കണില്ലെന്ന്. ഹെലികോപ്റ്ററൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആദ്യക്കുട്ടൻ ഫ്ലൈറ്റിൽ കയറുക. ഡാഡ ഇങ്ങോട്ട് നോക്കിയേ. ആദ്യക്കുട്ടനും ഡാഡയും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ഇപ്പുറത്താണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അതും എങ്ങനെയായിരിക്കും എന്നറിയില്ല. അവനവിടെ കുറേ ആൾക്കാരെ കണ്ടിട്ട് കുറച്ച് ഒന്ന് പതുങ്ങിപ്പോയി. ഇവിടെ ഇപ്പം എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. നോക്കണേ കണ്ടില്ലേ. ഇൻഫാൻറ്റിൻ്റെ കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ ഒരു പ്രയോറിറ്റി ബുക്കിംഗ് ചെക്കിൻ കിട്ടി. അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സീറ്റ് നമ്പർ 23 എഫും ഇയും. കേൾക്കും അത് കേൾക്കും. അത് ഇരുന്നോട്ടാ അവിടെ. ഹായ് തക്കതു. അവൻ സീറ്റൊക്കെ ചെക്ക് ചെയ്യണേ കുഴപ്പമുണ്ടോ ഇല്ലെന്നൊക്കെ. ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് പോകാനായിട്ടുള്ള. പക്ഷേ ഡിപ്പാർച്ചർ കുറച്ചും കൂടെ ടൈം എടുക്കും. ആൾക്കാർ കയറേണ്ടേ ഉള്ളൂ. उड़ान के दौरान कुर्सी की पेटी बांधे रखें। कैबिन में हवा का दबाव कम होने पर ऑक्सीजन मास्क आपकी कुर्सी के आपके लिए ब्रेल में एक सुरक्षा सूचना कार्ड और संचार गाइडों ടേക്ക് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്നും എടുത്തില്ല അവൻ ഉറങ്ങാൻ വേണ്ടി. അപ്പം തന്നെ അവൻ കിടന്നുറങ്ങി. ഡാഡപ്പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എത്തിയേട്ടാ. ഞങ്ങളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് റൂം എടുക്കണം. ഇന്നലെ എടുക്കാമെന്ന് വെച്ചാൽ റൂമാട്ടോ. പക്ഷേ ഇനി നടക്കില്ല, ഇന്നലെ എടുത്തില്ല. അപ്പോൾ ഇന്ന് തന്നെ ഒരു റൂം എടുത്തിട്ട് സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് പിന്നെ ഒന്ന് കറങ്ങാൻ പോകണം. ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി. അതൊക്കെ ഫ്ലൈറ്റ് കയറിയപ്പോൾ ഇറങ്ങി. അവൾ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേക്കും എണ്ണീറ്റ്. ഇന്ത്യയുടെ ഫ്ലാഗ് ഇങ്ങനെ പറക്കണുണ്ട് കുറേ നാളായല്ലേ. നല്ല രസമുണ്ട് കാറ്റത്ത് ഇറങ്ങാനായിട്ട്. ആദ്യക്കുട്ടനും അമ്മയും ഞാനും കൂടെ കാറിൽ കയറി ബാംഗ്ലൂർ. ഞങ്ങൾ
അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാട്ടോ എൻ്റെ വൈഫിൻ്റെ ഓഫീസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കോരമംഗലിൽ വന്നേക്കുവാണ്. വൈഫ് അകത്ത് കയറി പോയേക്കുവാണ്. ഒരു കുറച്ചേറ്റുള്ളിൽ വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വേറെ സ്ഥലത്തോട്ട് പോകും. ഇങ്ങോട്ട് വന്ന സ്ഥിതി ഇങ്ങോട്ടും കൂടെ കയറിയതാണ്. ബാംഗ്ലൂർ ഓട്ടോ റൈഡ്. അതുകൊണ്ട് മമ്മി ഞാൻ പിന്നെ ഓട്ടോ ആക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാട്ടാ. കുറച്ച് ബിസി ആയി പോണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട്. റൂം ബുക്ക് ചെയ്ത് ഇനി റൂം അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ എന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾ എന്നാലും പോകണം. ഇപ്പോൾ 3 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ബാംഗ്ലൂർ പോയി. നല്ല മഴ കേട്ടോ, ഒടുക്കത്തെ മഴ കേട്ടോ. വെള്ളക്കെട്ടും ഇതൊക്കെയാണ് സംഭവങ്ങളാണ്. ബാംഗ്ലൂർ ഓട്ടോ റൈഡ്. അയ്യോ കുളിക്കില്ല. ബാംഗ്ലൂർ സർജാപൂരിലെ സിറ്റുവേഷൻ ആട്ടോ നോക്കി. വെള്ളം കൊണ്ട് നിറഞ്ഞ് ഞങ്ങളിപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് പോവുക. ഒടുക്കത്ത് തിരക്കുക. ഇവിടെ നല്ലോണം മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഇത് ഇവിടുത്തെ ടെക്നിക്കൽ ഓട്ടോയിൽ നമ്മൾ മഴ പെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ കുട പിടിച്ചിരിക്കും. ഞങ്ങൾ പണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചത് നമ്മളിപ്പോഴും ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നു. റൂമിൽ ചെക്ക് ഇൻ ചെയ്തട്ടാ. ഇത് ആദ്യക്കുട്ടൻ്റെ കളികൾ നോക്കി ഇവിടെ ഇരുന്നിട്ട് കുഴപ്പമില്ല. ഇനി റൂം കാണണം. ഗ്രൗണ്ട് ഫ്ലോർ തന്നെ എടുത്തത്. കുഴപ്പമൊന്നുമില്ല. കുറച്ച് അടച്ചിട്ടേക്കണ ഒരു മണം മാത്രമേ ഉള്ളൂ. ആദ്യക്കുട്ടൻ വന്ന് ലൈറ്റൊക്കെ ഉള്ള ഷൂ ഒക്കെ ഇട്ട്. അയ്യോ എടി 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 മതി മതി ഷൂ 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 അന്ന എവിടെയൊക്കെ തന്നെ കിടന്ന് പാവം. റൂം കുഴപ്പമില്ല കേട്ടോ. ആ 1700 അല്ല കുഴപ്പമില്ല. ഇവിടെ ആട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്യണത്. നമ്മുടെ പനമ്പോളി നഗറിനെക്കാട്ടും നല്ല പോസ്റ്റ് ഏരിയയാണ്. ഇന്ദിരാനഗർ സെക്കൻഡ് സ്റ്റേജാണ്. ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ നോക്കാനായിട്ട് പോയി. ഏകദേശം ഒരു 6 മണി ആയി. ആദ്യക്കൂട്ടം ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഇതിലാണ്. അങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ. ആക്ച്വലി ടൈം ഉണ്ടായിരുന്നു. ഞങ്ങൾ വൈകുന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഇല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചൊക്കെ കാണിച്ചു തന്നെ. ബാംഗ്ലൂർ കാഴ്ചകൾ ഇവിടെ ഒന്ന് അങ്ങോട്ട് നോക്കണം. വന്ന ടൈമിങ് ഭയങ്കര പ്രശ്നം കേട്ടോ. എന്തൊരു മഴയാണ്, മഴയോ മഴ. ഇപ്പോൾ ഒന്ന് ചാറ് നിൽപ്പുണ്ട്. അത് കാരണമാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത്. അങ്ങോട്ട് നടക്കാം. ഇത് കുറച്ച് പോഷ് ഏരിയ കേട്ടോ ഇന്ദിരാനഗറൊക്കെ. ഞങ്ങളൊക്കെ താമസിച്ച വൈറ്റ് ഫീൽഡിൻ്റെ അപ്പുറത്താണ്. ഇത് ഇന്ദിരാനഗർ. ഇത് കുറച്ച് റിച്ച് ഏരിയയാണ് ബാംഗ്ലൂരിൻ്റെ. ഇത് റെസിഡൻഷ്യൽ ഏരിയയും കൂടി ആക്ച്വലി. മറ്റേ ഇതിലോട്ട് മെയിൻ സിറ്റി ഇതിലോട്ട് കിടക്കണ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ഇതിങ്ങനെ സിക്സാഗ് പോലെയാണ്. എന്താ പറയുക, ഇന്ന ലെയിന് ഇന്ന സ്ട്രീറ്റ് എന്നൊക്കെ പറയില്ല, അതേപോലെ കുറച്ചങ്ങ് നടക്കണം. ഫ്ലവർ കടം. അമ്മ ഇങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ്. ഇപ്പൊ ഒന്ന് മഴ കുറഞ്ഞു നിൽപ്പുണ്ട്. മഴ ഉണ്ടോന്ന് നോക്കിയാൽ മനു? ഉണ്ട്, മഴയുണ്ട്. ഞങ്ങളിങ്ങനെ കടകൾ അന്വേഷിച്ച് നടക്കുകയാണ്. എത്ര വർഷമെന്നറിയാം ഞാൻ വന്നിട്ട്? 3 വർഷം. കോവിഡ് വന്ന് കമ്പനികളൊക്കെ പൂട്ടിയല്ല. എല്ലാം ലോക്ക്ഡൗൺ ആയ ടൈമിൽ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നാൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇപ്പം നമുക്ക് വരേണ്ടി വന്ന്. നല്ല തിരക്ക്. ഞങ്ങൾ നടക്കുവാണ് വീണ്ടും. ഓരോരോ ബേക്കറിയും ഹോട്ടലും ഒന്നും മനുവിന് പിടിക്കുന്നില്ല. ഞങ്ങൾക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് സാധനങ്ങളൊക്കെ വേണം. ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇവളും ഭാവയും കഴിച്ച്. ഞാൻ രാവിലെ 2 ചപ്പാത്തി കഴിച്ചിട്ട് പോന്നാ. വൈകുന്നേരം 6 മണി. ഞാൻ ഉറങ്ങിയിട്ടുമില്ലേ. ഞാൻ ലോഗ് ഔട്ട് ചെയ്ത് നേരെ എയർപ്ലെയിനിലോട്ട് ഫ്ലൈറ്റിലോട്ട് കയറിയത്. അടിപൊളി ക്ലോത്ത്സ് അല്ലോ അല്ലേ? നല്ല അടിപൊളി ക്ലോത്ത്. ഇവിടെ അടുത്ത കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. നമുക്ക് ടൈം ഉണ്ടായിരുന്നെങ്കിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് ഓണത്തിനുള്ള സാധനം മതി. പക്ഷേ വില പേച്ചറിയുന്ന ആൾക്കാർ പോയി വാങ്ങണം. ആഹാ, ടാറ്റ എൻ്റർപ്രൈസ് ആണ്. ടാറ്റയുടെ കേട്ടോ ഇത്. റിലയൻസ് ടാറ്റ എല്ലാം ഉണ്ട്.
ഓ അതൊരു സ്ഥല. ഈ സോൾഡ് സ്റ്റോറില്ലേ, ഇവിടെ അനിമേറ്റഡ് ഡ്രസ്സുകളൊക്കെ കിട്ടും കേട്ടോ. ഒരുമിച്ച് അനിമ മാങ്ക ഒക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബാംഗ്ലൂർ വരുവാണെങ്കിൽ ഇവിടെ കയറി സാധനങ്ങൾ വാങ്ങാം. അടിപൊളിയാണ്. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് നടക്കൽ മാത്രമേ ഉള്ളൂ. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാവും. ഏതെങ്കിലും ഫസ്റ്റ് ആണ് റെസ്റ്റോറൻറ്റിൽ ഇനി കയറാമെന്ന് വിചാരിച്ചു. ഒരു സംഭവം ഉണ്ടായിട്ടാ ഫ്രണ്ട്സ്, ആ സാധനം പൊട്ടിത്തെറിച്ചു. ഞങ്ങൾ തൊട്ടടുത്തായിരുന്നു, പേടിച്ചു പോയി. ഓ അപ്പൊ ഞങ്ങൾ കണ്ട ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് തന്നെ കേടാൻ പോവാണ്. എന്താണ് സ്മോക്ക് ഹൗസ് ഡൽഹി എന്നും പറഞ്ഞുകൊണ്ട്. അതെ, സീ ഫുഡ് മെനു ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അപ്പൊ ലെറ്റ്സ് സീ. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കും കേട്ടോ. ഇതാണ് ആംബിയൻസ്. എന്തോ ഒരു മിഷലിൻ സ്റ്റാർ റേറ്റിംഗ് പോലത്തെ റെസ്റ്റോറൻറ്റ് കേട്ടോ. എല്ലാം കൊടുക്കത്തെ പ്രൈസാണ്. സാധാരണ ലൈം ജ്യൂസിന് 300 രൂപ, വെറുതെ വാട്ടർ ലൈമിന് 250 രൂപ, വാട്ടറിന് വേറെ കാശ്. ഞങ്ങൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എത്ര രൂപയെന്ന് കണ്ടറിയാം. അതെ കൂട്ട് ആരാ മുത്തറിയത്? ഒളിഞ്ഞു നോക്കണേന്നുണ്ട്. അവൻ ആരാന്ന് മനസ്സിലാവണില്ല. അതാരത്? വാവേണത്. അങ്ങോട്ട് പോകണ്ട. കൈ പോയോ? അയ്യോ പുള്ളിയാ, സാല പോട്ടെ. പോറ്റിട്ടാ. അതാരത്? വാവ ഏതാ അത്? ആരാ വാവ? അത് ഡാഡ എവിടെ? കഴിച്ചു പോട്ടിക്ക്. ഞങ്ങൾ ഇവിടെ ആൾക്കാരുടെ അടുത്ത് ദോശ ഉണ്ടാക്കി തരുന്ന ചോദിക്കാൻ പോവാ. അതുകൊണ്ടല്ല ഫ്രഞ്ച് ഫ്രൈസ് എന്നെ കഴിച്ചെന്നറിയാവോ അല്ലേ? ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എത്തി. അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അതുകൊണ്ടു ഫ്രഞ്ച് ഫ്രൈസും മറ്റേ ഓണിയൻ റോളും കാലമേരയൊക്കെ കുറച്ച് കുഞ്ഞു പീസുകളെ കഴിച്ചുള്ളൂ. നല്ലോണം കഴിച്ചു, പക്ഷേ എന്നാലും ഒരു ദോശ എന്തെങ്കിലും ഓർഡറും കൂടെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എണ്ണീറ്റിട്ട് അതെ ഞങ്ങൾ വീണ്ടും എയർപോർട്ടിലെത്തി റിട്ടേൺ ഞങ്ങൾ പോവാം. ഇതാട്ടെ ബാംഗ്ലൂർ എയർപോർട്ട്. അടിപൊളിയാ. പുറത്തുനിന്ന് കാണണം, നല്ല രസമാണ്. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ കുറച്ച് ബിസി ആയിപ്പോയി കുറേ സംഭവങ്ങളിൽ. ഞങ്ങളിതൊരു വർക്ക് ട്രിപ്പ് ആയതുകൊണ്ട് എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അതുകൊണ്ടൊന്ന് റെഡിയാക്കി എടുക്കുവാണ് ഞങ്ങൾ കയറാനായിട്ട്. അവിടെ ആള് വന്നിട്ടുണ്ട്. ബോർഡിങ് അധികം താമസിച്ചതാവും. ഞാനിപ്പോൾ ഒരു റെഡ് ബുൾ കുടിച്ചോണ്ടിരിക്കുക. ഇവിടെ എല്ലാം പെച്ചക്കായിട്ട് കിടക്കുക. ടയർഡായിപ്പോയി. കണ്ടിട്ട് ഭയങ്കര ഒരു ചെറിയ പ്ലെയിനാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയേക്കണത്. ബസ്സിലിരുന്ന ആൾക്കാരെല്ലാവരും ഭയങ്കര എന്താ പറയുക കംപ്ലൈനിങ് ആയിരുന്നു, ഇത് ഭയങ്കര ചെറുതാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമുക്ക് നോക്കാം അകത്ത് എങ്ങനെയെന്ന്. എന്നിട്ട് ആടെയും മുന്നും കൂടെ നടന്നു പോവാ. ഫ്രണ്ട്സ്, ഇതുമേൽ 2 ലൈനാണ് കേട്ടോ. അപ്പുറത്ത് 2 എണ്ണം. വളരെ ചെറിയ പ്ലെയിനാണ്, പക്ഷേ 2 എണ്ണം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമായി. അങ്ങനെ ബാംഗ്ലൂരിലെ ഒരു എന്താ പറയുക ഷോർട്ട് ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇത് എന്ത് വേണമെങ്കിൽ പറയുന്ന അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ ഇവിടെ എത്തി. ഇനി ഞങ്ങൾ വീട് തപ്പുക. പക്ഷെ വീടല്ലല്ലോ, വണ്ടി തപ്പുക. സോറി, പെട്ടെന്ന് മാറിപ്പോയി. അത് നോക്കണേ ഉണ്ടല്ലേ, അത് നോക്കണം. ഞാൻ അവൻ്റെ പെട്ടി എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് അവൻ നോക്കണേ. നമുക്ക് വീട് തപ്പാം, പിന്നെയും വീട് തപ്പാന്ന്.
വണ്ടി തപ്പാം. എടാ ഈ ലൈനിലാണോ? ദേ അതാണ്, കിട്ടി കിട്ടി, ബേബി ഓൺ ബോർഡ്. ഇവിടുന്ന് വാ. ആ ഇവിടുന്ന് വാ. കണ്ടില്ല ഇവിടെ ഇപ്പൊ 2 ഞാൻ കണ്ടു ഓൾറെഡി. ഇനി ഉണ്ടാവോ? ഞങ്ങൾ ഞങ്ങളുടെ കാറ് കണ്ടുപിടിച്ചു. കാറ് കണ്ടുപിടിച്ചേ. അത് മുത്തായിന്റെ കാറ് കണ്ടുപിടിച്ച. അത് കേറുന്നില്ലേ? കേറ്, ഇങ്ങോട്ട് വാ. ഇവിടെയാണ്. വാ, അമ്മ തുറന്നു തരാം. വാ, കേറിക്കോ കേറിക്കോ. പോട്ടെ പോട്ടെ. എന്ത് ദൈവമേ. ആ പോത്തെ പോത്തെ. അവ കേറിയാ? അമ്മ സാധനമൊക്കെ എടുത്തു വെക്കട്ടേട്ടാ. എന്തോ 1-4. അപ്പൊ ഞങ്ങള് വീട്ടിൽ പോണേ. അതെ കുട്ടനെ ഞങ്ങളൊക്കെ വീട്ടിലെത്തി കേട്ടോ. ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങിയിട്ട് തെന്നിട്ട് അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ എന്നൊരു ടാറ്റ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.